എല്ലാവർക്കും പങ്ക് കിട്ടിയാൽ ആരും പങ്കെടുക്കില്ല എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പൊ ഷെയർ കിട്ടിയാൽ പിന്നെ മിണ്ടാതിരിക്കും. ഈ ഷെയറിന്റെ കഥ ഞാൻ പറയാം. അത് ശബരിമലയിൽ വരുന്നതിന് മുമ്പ് ഒരു ഷെയർ കഥയുണ്ട്. ഇവിടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ വളരെ പ്രമുഖമായ ചില കെട്ടിടങ്ങൾ അനധികൃതമായിട്ടാണ് വച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഈ പരിസ്ഥിതി രംഗത്തൊക്കെ ശ്രദ്ധിക്കുന്ന ആളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ എൻ്റെ ഔദ്യോഗികമായ ജോലിയുടെ ഭാഗമായി ജലവും പരിസ്ഥിതിയൊക്കെ ഉള്ള മേഖലകളിൽ കൂടുതൽ പ്രവർത്തിച്ചിരുന്ന ആളെന്നുള്ള നിലയിൽ പരിസ്ഥിതി സംഘടനകളും പരിസ്ഥിതിയുടെ ആളുകളുമായി നല്ല റിലേഷനാണ്. ഞാൻ അങ്ങനെ പരിസ്ഥിതി കാര്യങ്ങളിൽ ഇടപെടുമായിരുന്നു. അപ്പൊ തിരുവനന്തപുരത്തെ അനധികൃതമായ മുന്തിയ സ്ഥലത്തെ അനധികൃതമായ ഈ കെട്ടിടങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ട് എന്നോട് ചില ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ ഇതൊന്ന് അന്വേഷിക്കണം. ഞാൻ അന്വേഷിച്ചു. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ആ കെട്ടിടം എന്ന് പറയുന്നത് വലിയൊരു കെട്ടിട സമുച്ചയമാണ്, ഫ്ലാറ്റാണ്. ഞാൻ സമുച്ചയം എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റാണ്. അന്ന് ഈ ഫ്ലാറ്റുകൾ ഇത്രയും വിപുലമായി വന്നിട്ടില്ല. ആ ഫ്ലാറ്റിൻ്റെ ഉടമ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഫ്ലാറ്റ് വയ്ക്കുന്നു. അതിനുള്ള പണമുണ്ടോ എന്ന് ഞങ്ങളുടെ കൗതുകം കൊണ്ട് ഞങ്ങളൊരു ടീം ഇറങ്ങി തന്നെ അന്വേഷിച്ചു. ഞങ്ങളുടെ അന്വേഷണം എത്തിയത് ഞെട്ടിച്ചുകൊണ്ടാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ അന്വേഷണം എത്തിയത് കേരളത്തിലെ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെ മലപ്പുറത്തെയും ഒക്കെ ബിംബങ്ങളെപ്പോലെ അതാത് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്ന, ബിംബങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയല്ലോ, ബിംബമാണ് അവരുടെ നേതാക്കൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട സാത്വികരായ 4 നേതാക്കൾ. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, 2 പേര് മരിച്ചുപോയി. 4 നേതാക്കൾ. ഒരാൾ BJP, ഒരാൾ കോൺഗ്രസ്, ഒരാൾ മുസ്ലിം ലീഗ്, ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 4 പേരും വലിയ നേതാക്കളാണ്. അതിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് മലപ്പുറത്തും ബാക്കി 3 പേരും തിരുവനന്തപുരത്തും. BJP, CPM, കോൺഗ്രസ്, പിന്നെ ലീഗ്, 4 പേരുടെയും ബിനാമിയാണ് ഈ ഫ്ലാറ്റിൻ്റെ ഉടമ. 4 പാർട്ടിയുടെ ആളുകൾക്കും ഇതിൽ പങ്കുണ്ട്. എങ്ങനെയാണ് മാറി മാറി വരുന്ന LDF UDFനെ വെച്ചിട്ട് ആ കേസ് അനധികൃതമാണ് ആ കെട്ടിടം എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപിടിക്കുക? അതേ ആള് തന്നെ അതേ രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ BJP ഗവൺമെൻറ് വന്നാൽ നടക്കുമോ? അന്ന് BJP ഗവൺമെൻറ് കേന്ദ്രത്തിലില്ല. ഇത് പഴയ കഥയാണ്. ഇങ്ങനെ കേരളത്തിൽ ഒരു അഴുക്കുണ്ട്. പങ്കുവയ്ക്കുന്നത് എല്ലാവരും കൂടിയാണ്. അവർ ഒന്നിച്ചിരുന്ന് പങ്കെടുക്കും, പങ്കുവയ്ക്കും. വർക്കലയിൽ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ പാരിസ്ഥിതിക വിഷയമായി ബന്ധപ്പെടുത്തി ഞാൻ പോയിരുന്നു. അവിടെ ഗുണ്ടകൾ ഉണ്ടായിട്ട് പോലും ഞാൻ അതിനകത്ത് അവരെ അധിക്ഷേപിച്ചുകൊണ്ട്, അവരെ കണക്കാക്കാതെ, കണക്കാക്കാതെ ഞാൻ അകത്ത് കയറി ആ ഫാക്ടറിയിലെ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചു. അത് ഞാൻ വലിയ ആവേശത്തോടെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നു. എല്ലാ പാർട്ടിയിലുള്ളവരും എന്നെ വിളിച്ചു അതിൽ നിന്ന് പിന്മാറണമെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. വിളിച്ചവരുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. ഈ 2 ഉദാഹരണം എൻ്റെ ജീവിതാനുഭവം പറഞ്ഞത് ശബരിമലയിൽ ഏതൊക്കെ BJP നേതാക്കൾക്ക് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏതൊക്കെ നേതാക്കൾക്ക് അതിൽ പങ്കുണ്ടെന്നുള്ളത് അവർ പറയണം. ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ തള്ളിക്കളയണം. അതുപോലെ CPMനകത്ത് നമ്മളൊരു നിര തന്നെയുണ്ട്. വാസു, കടകംപള്ളി സുരേന്ദ്രൻ, പിന്നെ CPMൻ്റെ അവിടുത്തെ നേതാക്കൾ, അവർ വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ, ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ, പ്രശാന്ത് എന്നൊക്കെ പറഞ്ഞ് CPMനകത്ത് വലിയ നിര ലിസ്റ്റുണ്ട്. കോൺഗ്രസിനകത്ത് ഒരു ലിസ്റ്റുണ്ട്. അടൂർ പ്രകാശിനെ കണ്ടിരിക്കുന്നു. ആന്റണിയായിട്ട് വലിയ ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. സോണിയാഗാന്ധിയെ പോയി കണ്ടിരിക്കുന്നു. സോണിയാഗാന്ധിയുമായി വലിയ ബന്ധമാണ് പിന്നെ അയാൾ വിട്ടത്. അതറിയാൻ നമുക്ക് ആവേശമുണ്ട്. അപ്പോൾ BJPയും കോൺഗ്രസും CPMും, CPIക്കാർ ഇതിനൊന്നുമില്ല, അവർ വേറൊരു തലത്തിലുള്ള ചെറിയൊരു പാർട്ടിയും മറ്റു തലത്തിലേക്ക് പോകും. ലീഗ് ഉണ്ടാവാൻ സാധ്യതയില്ല, കേരള കോൺഗ്രസും ഉണ്ടാവാൻ ഇനി ഉണ്ടോയെന്നറിയില്ല. അവരുടെയൊക്കെ നേതാക്കൾ, ലീഗൊന്നും ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണമാച്ചുകൊണ്ട് വിട്ടുവയ്ക്കാൻ സാധ്യതയില്ലല്ലോ. ക്രിസ്ത്യാനികളും സാധ്യതയില്ല. ഹിന്ദുക്കളിലുള്ള നേതാക്കൾ തന്നെയായിരിക്കും കൂടുതലും സാധ്യത. അതിൽ പിന്നെ ഇനി നമ്മൾ സംശയിക്കുന്നത് സമുദായ നേതാക്കളെയുമാണ്. അത് NSSൻ്റെ ആവട്ടെ SNDPയുടെ ആവട്ടെ. കാടടച്ച് വെടിവെക്കുന്നതേയല്ല. അങ്ങനെ കാടടച്ച് വെടിവെച്ച് യൂട്യൂബിന് റീച്ച് കൂട്ടാനേ അല്ല. ഈ കേസിൻ്റെ പോക്ക് കാണുമ്പോൾ, ഈ കേസിൻ്റെ മൗനം കാണുമ്പോൾ, രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘപരിവാർ സംഘടനകളുടെയും ഹിന്ദു സമാജത്തിൻ്റെയും ഹിന്ദുവിൻ്റെ ഒന്നിച്ചിപ്പോൾ നവോത്ഥാനം നടത്തിക്കളയാമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഹിന്ദു
സംഘടനകളുടെയും മൗനം കാണുമ്പോൾ, അവർ കുറേശ്ശെ ഇതിൽ നിന്ന് മാറുന്നത് കാണുമ്പോൾ ആരൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളതെന്ന് അവർക്കറിയാമെന്നുള്ളത് നമുക്കറിയില്ല. അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഈ കേസിനെ എല്ലാ ഭാഗത്തു നിന്നും 3 രാഷ്ട്രീയ പാർട്ടികളുടെയും LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെയും ഭാഗത്തു നിന്നുള്ള ആളുകൾ നിന്നുകൊണ്ട് ഇതിനെ സെറ്റാക്കരുത്. അങ്ങനെ നിങ്ങൾ സെറ്റാക്കിയാൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. അയ്യപ്പൻ്റെ വിഷയമാണ്, ദൈവത്തിൻ്റെ വിഷയമാണ്. അതെന്തെല്ലാം നിങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കിയാലും കാലം പിന്നെയും സാധാരണ ഒരു കൊലപാതകം, ഒരു മോഷണം അല്ലെങ്കിൽ ഒരു സംഭവത്തെ നിങ്ങൾ സെറ്റാക്കിക്കോ, ഒരു പരിസ്ഥിതി വിഷയത്തെ നിങ്ങൾ സെറ്റാക്കിക്കോ. പക്ഷെ അതൊന്നും കാര്യമില്ല. ഇത് നിങ്ങൾ സെറ്റാക്കിയാൽ അതൊരു കൊടും ചതിയാണ്. എന്തായാലും ഇപ്പോൾ ഒരുപാട് BJPക്കാരുടെ പേരുകൾ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, പേരുകൾ അന്തരീക്ഷത്തിലുണ്ട്. ഒരുപാട് RSSനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലരുടെയെങ്കിലും പേർ, അവർ RSS അല്ല, സംഘപരിവാർ സംഘടനകളുടെയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പേര് അന്തരീക്ഷത്തിലുണ്ട്. എനിക്ക് ചില പേരുകൾ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഞാനായിട്ട് പുറത്ത് പറയുന്നില്ല, കോൺഗ്രസ്സുകാരുടെ അയച്ചു തന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ സോണിയാഗാന്ധിയെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ഷാർപ്പായിട്ട് പറഞ്ഞില്ല. അതേസമയം മറ്റൊരു വീഡിയോയിൽ കുറേ ആളുകൾ വന്ന് കമൻറ്റ് ചെയ്തു, നിങ്ങൾ സോണിയാഗാന്ധിയെ വെള്ളപൂശുകയാണോ? സോണിയാഗാന്ധിയെ പോലുള്ള ഒരാളിനെ എതിരെ നമ്മൾ ആക്ഷേപം പറയുമ്പോൾ കൃത്യമായ എവിഡൻസ് വേണം. പ്രാഥമിക എവിഡൻസ് പോരാ. പ്രാഥമിക എവിഡൻസ് ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് നിൽക്കുന്നതും കയ്യിൽ ചരട് കെട്ടുന്നതും ഒരുപാട് പ്രാഥമികമായ എവിഡൻസ് ഉണ്ട്. പക്ഷെ പ്രാഥമിക എവിഡൻസിന്റെ ത്രെഡ് എടുത്തുകൊണ്ട് വലിയ എവിഡൻസ് ഉണ്ടാക്കേണ്ടത് ഞങ്ങളുടെ ജോലിയല്ല. ആ എവിഡൻസ് ഉണ്ടാക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുള്ളത്, കോടതിയുള്ളത്, ഇവിടുത്തെ പോലീസ് സംവിധാനമുള്ളത്, അതിനാണ് CBI ഉള്ളത്, ക്രൈംബ്രാഞ്ച് ഉള്ളത്, വിജിലൻസ് ഉള്ളത്, NIA ഉള്ളത്, പിന്നെ അതുപോലെ തന്നെ ED ഉള്ളത്. അതിനാണ്. നമുക്കത് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ത്രെഡുകൾ കിട്ടിയാൽ പുറത്തു കൊടുക്കാം. അപ്പോൾ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെടുത്തിയ പ്രാഥമികമായ ത്രെഡുകൾ നമ്മളേൽ കിട്ടി, നമ്മളും പുറത്തു വിട്ടു. ഇനി സെക്കൻഡറി ത്രെഡുകൾ എന്തുണ്ടെന്നുള്ളത് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ നിയമവ്യവസ്ഥയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഞാൻ ഈ പറയുന്ന BJPയുടെ നേതാക്കൾ, BJPയുടെ CPMൻ്റെ നേതാക്കൾ, ഇപ്പോൾ പുറത്തു വന്നവരുണ്ട്, മറ്റു നേതാക്കൾ, ഇവരുടെ ചില സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇത് വീണ്ടും ആരെയും പിടിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആരിലേക്കും അന്വേഷണം പോയിട്ടില്ല എങ്കിൽ ആ പേരുകൾ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറയുന്നത്, ശബരിമല എല്ലാവരും കൂടി തിന്നാൻ നിൽക്കുകയാണ്. കിട്ടിയവർ ദയവായി കൈവയ്ക്കണം, കയ്യിലുള്ളത് തിരിച്ചു വെക്കണം, അത് പ്രായശ്ചിത്തം ചെയ്തേ കഴിയൂ. ജയറാം ഉൾപ്പെടെയുള്ള ആളുകൾ ശബരിമലയിൽ വന്ന് കൃത്യമായ പ്രായശ്ചിത്തം ചെയ്തേ കഴിയൂ.